ഈ വീഡിയോ കാണുന്ന 90% പെണ്ണുങ്ങൾക്കും ഇതേ ചിന്താഗതി ആയിരിക്കും. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. പിന്നെ പോലെ നിങ്ങൾ എത്ര പെണ്ണുങ്ങൾക്കുണ്ട് പൂതി അടുത്ത ജന്മത്തില് നിങ്ങളെ കെട്ടിയോമാർ നിങ്ങളെ പെണ്ണുങ്ങളും നിങ്ങളോലെ കെട്ടിയോമാരുമായിട്ട് ഓലെ ഇങ്ങനെ കൽപ്പിച്ചാന് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് അവിടെ ഇരിക്കുക അവിടെ നിൽക്കുക അതെടുക്കുക ഇതെടുക്കെന്ന് പറഞ്ഞത് ഓലെ ഇങ്ങനെ വിട്ടു കിട്ടിച്ചു. ഇല്ലേ, ഈ വീഡിയോ കാണുന്ന എത്രയോ പേര് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, അടുത്ത ജന്മത്തിൽ എനിക്കൊരു പുരുഷനാവണം, എന്നിട്ട് എന്റെ ഭാര്യയായിട്ട് ഇപ്പോഴുള്ള എന്റെ ഭർത്താവിനെ കിട്ടണം. ഇല്ലേ, ചിന്തിച്ചിട്ടില്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം ചെയ്യ്, അടുത്ത ജന്മം വരെ കാത്തിരിക്കണ്ട. ഭാര്യ ചെയ്യുന്ന ജോലി ഭർത്താവിന് കൊടുക്ക്, ഭർത്താവ് ചെയ്യുന്ന ജോലിയൊക്കെ ഭാര്യ ഏറ്റെടുക്കട്ടെ. ഒരു മാസക്കാലെങ്കിലും അങ്ങനെ ചെയ്യും. ഒറ്റ മാസം മതിയാവും. ആ ഒരു മാസം കൊണ്ട് തന്നെ പൂതി 18 തീരും. ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വെയിലും മഴയൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വൈകുന്നേരം കയറി വരുമ്പോ ഭർത്താവ് കാണുന്നത് ഭാര്യ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടി ഇതിന്റെ അറ്റം കണ്ടുപിടിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സീരിയല് കാണുന്നത്. ഭർത്താവ് വിചാരിക്കും ഒരു പണിയില്ല അവർക്ക് ഇവിടെ, ഞാൻ കൊണ്ടുവരുന്ന അരിയും സാധനമൊക്കെ വെച്ചുണ്ടാക്കി തിന്നാന്നല്ലാതെ ഒരു പണി എടുക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ ഒരൊറ്റ മാസം നിങ്ങൾ ആ വീട്ടു ജോലിയൊക്കെ ഒന്ന് ചെയ്യും. എത്ര ചെയ്താലും തീരാത്തൊരു ജോലിയാണ് വീട്ടു ജോലി എന്ന് പറയുന്നത്. അതാരും മനസ്സിലാക്കൂല. ഒരു പ്ലേറ്റ് തന്നെ എത്ര തവണ കേൾക്കണം എന്നറിയോ ഒരു വീട്ടില്? ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു പ്ലേറ്റ് രാവിലെ എന്തെങ്കിലും കുട്ടികൾക്കോ ആർക്കെങ്കിലും ഒക്കെ ഫുഡ് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ആ പ്ലേറ്റ് കഴുകി വെച്ച് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആ കുട്ടി ആ പ്ലേറ്റിൽ എടുത്തിട്ട് വീണ്ടും ഒരു മാങ്ങ മുറിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് കഴിഞ്ഞ് പിന്നെ ഓറഞ്ച് മുറിക്കും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ പണി തീരൂല. കിടന്നുറങ്ങുന്നത് വരെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ആ വീട്ടിലെ ജോലി തീരാറില്ല. ഇതൊന്നും ഭർത്താക്കന്മാരറിയില്ല. ഇവര് ഫോണിൽ തോണ്ടിയിരിക്കുന്നത് മാത്രമേ കാണുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നവർ ഒരു മാസമെങ്കിലും അത് ചെയ്തു നോക്കണം. ഇനി ഭാര്യമാര് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വെയിലും മഴയൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പൊ ഞങ്ങൾ ജോലി ചെയ്യുന്നില്ലെന്ന് ചോദിക്കും. ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുന്നത് മാത്രമല്ല, കുടുംബത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. അത് പുരുഷന്റെ കയ്യിൽ ഭദ്രമായിരിക്കും. അത് അതുപോലെ ഏറ്റെടുക്കാൻ സ്ത്രീകൾക്ക് പലപ്പോഴും കഴിയാറില്ല. പാലിന്റെ ബില്ല്, ഗ്യാസിന്റെ ബില്ല്, ഫോണിന്റെ ബില്ല്, പത്രത്തിന്റെ ബില്ല്, ഒരുപാട് പൈസന്റെ കാര്യങ്ങളുണ്ടാവും, ഒരുപാട് ചെലവുകളുണ്ടാവും. ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാന്ന് പറഞ്ഞാല് ഭാര്യക്കും അത്ര എളുപ്പം കഴിയുന്ന പരിപാടിയല്ല. രണ്ടു കൂട്ടർ ചെയ്യുന്ന ജോലിക്കും അതിന്റേതായ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഒരൊറ്റ മാസത്തേക്ക് പരസ്പരം വെച്ച് മാറി നോക്ക്. അപ്പൊ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറും.